പ്രിയമുള്ള സഹപ്രവർത്തകരെ, KPCCയുടെ തീരുമാനപ്രകാരം എല്ലാ മണ്ഡലങ്ങളിലും വളരെ ബഹുമാനായ യോഗാധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാംബികവർത്തി, ബഹുമാനായ DCC ജനറൽ സെക്രട്ടറി ശ്രീ പാർവതി പുതുപ്പറമ്പിൽ, പുതുപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, നമ്മുടെ ഈ ഭൂമിയുടെ വർധനയ്ക്കെതിരെ നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന വളരെ ബഹുമാനായ KPCC സെക്രട്ടറി ശ്രീ കമ്മണി, ബ്ലോക്ക് ഭാരവാഹികളെ, മണ്ഡലം വാർഡ് പ്രസിഡന്റുമാരെ, പഞ്ചായത്ത് അംഗങ്ങളെ, ബഹുമാന്യായ സുഹൃത്തുക്കളെ, സംസ്ഥാന സർക്കാരിൻ്റെ ജനരോഗ നടപടിക്കെതിരെ ഭൂനികുതി വർധനയ്ക്കെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരം വില്ലേജ് ഓഫീസുകളുടെ പടിക്കൽ ധർണാ സമരം നടത്തിയാണ്. ആ ധർണാ സമരത്തിന് സൂചനയായി നമ്മുടെ പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ധർണാ സമരത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞിത്തമ്പള്ളി, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, DCC ഭാരവാഹികളും മറ്റെല്ലാ സഹപ്രവർത്തകരെയും പഞ്ചായത്ത് അംഗങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സഹപ്രവർത്തകരെ, KPCCയുടെ തീരുമാനപ്രകാരം ഭൂനികുതി കൊള്ള അവസാനിപ്പിക്കുക, സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനെതിരെയുള്ള KPCCയുടെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ ധർണയാണ് പുതുപ്പള്ളി വില്ലേജ് ഓഫീസിന്റെ മുൻവശത്ത് നടക്കുന്നത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്നിരിക്കുന്ന ബഹുമാനായ KP സെക്രട്ടറി കുഞ്ഞിലമ്പള്ളി, പല ബ്ലോക്ക് പ്രസിഡന്റ് KB ഗിരീശൻ, ഡി സെക്രട്ടറി സാബു പുതുപ്പറമ്പിൽ, മറ്റ് ബ്ലോക്ക് ഭാരവാഹികളെ, പഞ്ചായത്ത് മെമ്പർമാരെ, ബാങ്ക് ബോർഡ് മെമ്പർമാരെ, വാർഡ് പ്രസിഡന്റുമാരെ, മറ്റ് ബോർഡ് സദസ്യങ്ങളെ, ഭാരവാഹികളെ, മറ്റ് പ്രിയമുള്ള സഹപ്രവർത്തക സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം LDF സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിന്റെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന തലേ ദിവസം വാർത്താമാധ്യമങ്ങളെല്ലാം വളരെ ജനകീയപരമായ ഒരു ബഡ്ജറ്റായിരിക്കും അവതരിപ്പിക്കുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റായി അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെല്ലാം പെൻഷൻ കൈനിറയെ വാങ്ങിക്കോണം, എല്ലാവർക്കും പെൻഷൻ വർദ്ധിപ്പിക്കും എന്നെല്ലാം പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെല്ലാം പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു പ്രയോജനം ആർക്കുമില്ല. നമുക്കറിയാം, 15 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഇന്നിപ്പോൾ ടാക്സ് വളരെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഭൂനികുതി, സാധാരണ ഭൂനികുതിയേക്കാൾ 50% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ 8 വർഷക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം വന്നു. 8 വർഷക്കാലവും ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്തൊരു ഭരണമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ആകെപ്പാടെ അവർക്ക് പ്രയോജനം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകനും മരുമകനും ആ കുടുംബങ്ങൾക്ക് മാത്രമാണ്. വേറെ ആ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർക്ക് പോലും ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഒരു നശിച്ച സർക്കാരും ഇതുപോലെ ഒരു നശിച്ച മുഖ്യമന്ത്രിയും കേരളത്തിലെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ പറയുമ്പോൾ സാധാരണക്കാരെ ജനങ്ങളെല്ലാം വിചാരിച്ചു ഈ അടുത്ത മാസം പോലെ പെൻഷൻ കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രയോജനം, എന്തെങ്കിലും ഒരു 13 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് കിട്ടും എന്നൊരു ചിന്തയിലായിരുന്നു സാധാരണക്കാരെ ജനങ്ങളിലായിരുന്നത്. 5 പൈസ പോലും വർദ്ധിപ്പിച്ചില്ല, 5 പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ഈ കേരളത്തിലെ ഈ സാധാരണക്കാരെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഓണം വരണം, അല്ലെങ്കിൽ ക്രിസ്മസ് വരണം, എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 10,000, 14,000 കോടി രൂപ കടമെടുത്ത് ആളോഹരി വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന കൊച്ചിന് വരെ തന്നെ 5,000 രൂപ കടം വരുത്തി വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഭരണം ഇവരെ നടക്കുന്നത്. ഈ ദുഷിച്ച ഭരണം അവസാനിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ പശ്ചിമബംഗാളിൽ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിന്റെ അകത്തോട്ട് പശ്ചിമബംഗാളിലെ ഒരു ജില്ലാ സെക്രട്ടറി ഇവിടെ കണ്ട് വാർക്കിക്ക് വന്നു, വായ്പാട്ടം കണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ ഒരു പ്രാവശ്യം ഇവിടെ ഭരിക്കുവാണെങ്കിൽ നമ്മളെല്ലാം ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥാനത്ത് തട്ടുകട പണിക്കോ അല്ലെങ്കിൽ വാർക്കിക്ക് എന്തെങ്കിലുമൊക്കെ പോകേണ്ടി വരും. അതുപോലെ ഇപ്പൊ ഈ 8 വർഷം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് മേല. അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ ഈ LDF സർക്കാരിനെതിരെയുള്ള ഒരു വിജയെടുത്തായിരിക്കണം. സെമി ഫൈനൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ UDF-നെ ഉയർത്തുന്ന സർക്കാർ വരികയും ഉമ്മൻചാണ്ടി സാർ ചെയ്തപോലുള്ള ജനോപകാരപ്രദമായ കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ UDF നേതൃത്വത്തിൽ സർക്കാർ വന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അത്രയും പ്രൊഫഷണൽ ഒന്നുമില്ല. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി ഈ പിണറായി വിജയൻ വരും. അതുപോലെ പിണറായി വിജയൻ വരുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റിയും കരിമ്പൂച്ചകൾ ഒരു 10-40 പേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികാരത്തിരിക്കുന്ന ആളല്ലോ. 10-40 പേര് അദ്ദേഹത്തിന് ചുറ്റും. അവരുടെ MLA-മാർക്കും അതുപോലെ MP-മാർക്കും മന്ത്രിമാർക്കും ഒന്നും എടുക്കാനൊക്കെയല്ലോ. കാരണം ഒരു 10 അടി പുറകിലാണ് ഈ MP-മാർ MLA-മാരൊക്കെ നടക്കട്ടെ. പുള്ളി ഒരു 10 അടി മുമ്പേ നടക്കുള്ളൂ. ആരോ നോക്കുകയില്ല. ക്യൂട്ട് കുറേ നടപ്പ് ഇതുപോലെ ഒരു നാറിയ ഭരണം. എന്താണെങ്കിലും ഇപ്പൊ നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജനങ്ങൾ ബോധവാന്മാരായി. ഇപ്പൊ എല്ലായിടത്തും UDF ആൾക്കാർ വിജയത്തിൽ കയറുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. കയറി വന്നപ്പോൾ ഈ പെൻഷൻ കൊടുക്കുകയും അതുപോലെ കിറ്റ് കൊടുക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഓർത്തു ഇയാളാണ് ദൈവം നമ്പരം, അതുകൊണ്ട് ഇയാളെ പറഞ്ഞ പോലെ എല്ലാം നടക്കുന്നുള്ള ഈ രീതിയിലെ പാവപ്പെട്ട ആൾക്കാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ചെയ്ത ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പിന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ അവസാന ബഡ്ജറ്റ് ജനങ്ങൾക്ക് വളരെ ഉപദ്രവകരമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ്. ഭൂനികുതി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചു. അതുപോലെ കരം വർദ്ധിപ്പിച്ചു. ഇന്ന് വർദ്ധിപ്പിക്കാത്ത ഒരു മേഖലയുമില്ല. ഇന്നത്തെ പദ്ധതി 300 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ ഈ തുക ട്രഷറിയിലേക്ക് പിൻവലിപ്പിച്ചിരിക്കുന്നു. ഇനി വാട്ടർ അതോറിറ്റിയുടെ ഒരു പണി നടക്കില്ല. കാരണം ജലജീവൻ മിഷനും ഒക്കെ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പുതുപ്പള്ളി 15 പഞ്ചായത്തിലെ 18 വാർഡുകളിലും ഒരു വാർഡിൽ പോലും നടക്കാൻ പറ്റുന്ന സ്ഥിതിയാണ്. മുഴുവൻ വാർഡുകളിലും പൈപ്പിട്ട് അവിടെ മുഴുവൻ കുളവാക്കിയിരിക്കുകയാണ്. ഇനി അതും നന്നാക്കാൻ സാധിക്കത്തില്ല. 2024 വെള്ളം കൊടുക്കുന്നതാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ടതും 2025 28 പോലും ഇവിടെ ആർക്കും വെള്ളം കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താണേലും പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഈ ദുഷിച്ച ഭരണവും അതുപോലെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ LDF കാരികളുടെ ദുഷിച്ച ഭരണത്തിന് ചെയ്യാനുള്ള ഒരു വിജയത്തായിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതുപോലെ അടുത്ത നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KPCC ആഹ്വാനപ്രകാരം എല്ലാ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലും ഈ ധർണ നടത്തുന്നത്. ഈ ധർണയിൽ കടന്നു വന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്ന ബഹുമാനായ KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അടുത്ത ആൾ ഉദ്ഘാടനം ചെയ്യുന്നതിനോട് ബഹുമാനായ KPCC സെക്രട്ടറി ശ്രീ കുഞ്ഞിലിമ്പള്ളി ക്ഷണിച്ചുകൊള്ളുന്നു. അവസാനത്തെ ബഡ്ജറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, അത് ഒടുക്കത്തെ ബഡ്ജറ്റാണ്. അത് ഒടുക്കത്തെ ആയിരിക്കുമെന്ന് പറയാൻ ഞാൻ കഴിയും. ആ ഒടുക്കത്തെ ബഡ്ജറ്റിൽ അവർ അവതരിപ്പിച്ച ഒട്ടേറെ നികുതി നിർദ്ദേശങ്ങൾ, ആ നികുതി നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഇവിടുത്തെ ഭൂമികൾക്കെല്ലാം കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, 50% അതിനു മേലെ 75% വരെ കരം വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ കരം വർദ്ധിപ്പിച്ചത് ഭൂമിയുള്ള ആളുകൾക്കല്ലേ എന്നാണ് നമ്മുടെ സഖാക്കന്മാരുടെ ചോദ്യം. അതെ, ഭൂമിയുള്ള ആളുകൾക്ക് തന്നെയാണ്. ഇവിടെ നിങ്ങളെല്ലാം തീറ്റിപ്പോറ്റുന്നത് കർഷകനാണ്. 1 ഏക്കറും 1/2 ഏക്കറും അതിന്റെ മേലെയുള്ള 1 ഹെക്ടറും അതിന്റെ അപ്പുറത്തേക്കുമുള്ള കൃഷിഭൂമികൾക്കെല്ലാം കരം വർദ്ധിപ്പിച്ചിരിക്കുന്നു കർഷകൻ. അവന്റെ ഒരു ബാങ്കിൽ ചെന്ന് അവനൊരു ലോണിന് അപേക്ഷിച്ചാൽ അവന്റെ സിബിൽ സ്കോർ താഴെയാണ് എന്ന് പറഞ്ഞ് അവന് ലോൺ കൊടുക്കത്തില്ല. ലോൺ കൊടുക്കാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളതെല്ലാം അവിടെ കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ കൊടുത്തിട്ട് ഗവൺമെന്റ് പണം കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ താഴോട്ട് പോവുകയാണ്. അപ്പൊ പാവപ്പെട്ട കർഷകനെയും ഇവിടെ കൃഷിഭൂമിയുള്ള എല്ലാ ആളുകളെയും കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്ക് ചാടിച്ചുകൊണ്ട് ഇവിടെ കാശുള്ളവരല്ലേ, കൃഷിഭൂമി ഉള്ളവരല്ലേ ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്ന നികുതി വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പാവപ്പെട്ടവനെയാണ് ഏറ്റവും പ്രധാനമായി ബാധിച്ചിരിക്കുന്നത് എന്ന് ഇവിടുത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് മനസ്സിലാക്കണം. 1000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ദിവസം 1 പൈസ വെച്ച് നമുക്കുണ്ടാകുന്നത് 10 രൂപയുടെ വർധനമാണ്. ഒരു ദിവസം 10 രൂപ, ഒരു മാസം 300 രൂപ. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം 3600 രൂപ 1000 ലിറ്റർ മാത്രം എടുക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ട ഒരു തന്നെ വീട്ടിലെടുക്കുന്ന വെള്ളം ഒരു വർഷം 3600 രൂപ വർദ്ധിപ്പിച്ചു പറയുക. 1 പൈസയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കുന്ന വിവരം കെട്ടവന്മാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം
ഇവിടെ വൈദ്യുതിക്ക് ചാർജ് കൂട്ടി. വൈദ്യുതിക്ക് സാധാരണ ചാർജ് കൂട്ടുമ്പോഴേക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ചാർജ് കൂട്ടും. അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തൊക്കെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തൊക്കെ കൂട്ടിയിരിക്കുന്നത് വളരെ തുച്ഛമായ ചാർജാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തായിരുന്നു വൈദ്യുതിയുടെ കാര്യത്തില്. ഏതാണ്ട് 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടി 25 വർഷക്കാലത്തേക്ക് വൈദ്യുതി കിട്ടുന്നതിന് വേണ്ടി 3 കമ്പനിയുമായി 4 അഗ്രിമെന്റ് വെച്ചു. 25 വർഷക്കാലത്തേക്കാണ് അഗ്രിമെന്റ്. 25 വർഷക്കാലം അവര് അപ്പോഴത്തേക്ക് അവിടുത്തെ നമ്മുടെ ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻകാരടക്കമുള്ള നേതാക്കന്മാരെല്ലാം നമ്മുടെ CITU നേതാക്കന്മാരെല്ലാം എതിർത്തു. ഇതൊരു വലിയ അഴിമതിയായി പോയെന്ന് പറഞ്ഞു. 4 രൂപ 29 പൈസ. അന്ന് 6 രൂപയും 6.5 രൂപയും ഒക്കെ ബന്ധപ്പെട്ട വൈദ്യുതിക്ക് ചാർജുള്ള സ്ഥാനത്ത് 4 രൂപ 29 പൈസക്ക് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ, മരണപ്പെട്ട ആര്യാടൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഒരു തീരുമാനമെടുത്ത് 25 വർഷക്കാലത്തേക്കാണ് ഈ ചാർജ്. 29 പൈസ 25 വർഷക്കാലം അവസാനിക്കുന്ന സമയം വരെ അത് മാത്രമേ ചാർജുള്ളൂ. സഖാക്കന്മാർ എതിർത്തു എന്ന് മാത്രമല്ല, സമരം നടത്തി. ഇലക്ട്രിസിറ്റി ബോർഡ് ഞങ്ങൾ കത്തിക്കുമെന്ന് വരെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഗവൺമെന്റ് തീരുമാനം അതേപടി പാലിച്ചു. കറകോട്ടേക്ക് പോയില്ല. ഗവൺമെന്റ് മാറി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തു, CPM നേതാക്കന്മാരെടുത്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അത് അന്നേരം അത് മാറ്റാൻ പറ്റിയില്ല. കോടതിയിൽ പോയി. കോടതി അത് മാറ്റാൻ ആദ്യം സമ്മതിച്ചില്ല. അതിനുശേഷം അവരുടെ കമ്മീഷൻ വന്നു. കമ്മീഷൻ അത് മാറ്റാൻ തീരുമാനിച്ചു. അവസാനം സുപ്രീം കോടതിയിൽ പോയി അത് മാറ്റി. ഏതാ 4 രൂപ 29 പൈസ എന്നുള്ളത് മാറ്റി. അതിനുശേഷം ഇവിടുത്തെ വൈദ്യുതി ക്ഷാമമുണ്ടായി. ഇവിടെ വൈദ്യുതി കിട്ടാനില്ലാത്ത സാഹചര്യമുണ്ടായി. അദാനിയുടെയും മറ്റവന്റെയും മരിച്ചവന്റെയും എല്ലാം വൈദ്യുതി മേടിക്കാൻ തുടങ്ങി. വൈദ്യുതി മേടിക്കാൻ തുടങ്ങിയപ്പോൾ ആ വൈദ്യുതിക്ക് കൊടുത്തത് യൂണിറ്റിന് എത്ര പൈസയാണ് എന്ന് ഇവിടുത്തെ സഖാക്കന്മാർക്ക് അറിയാമോ? നിങ്ങൾക്കറിയാമോ? 12 രൂപ. 4 രൂപ 29 പൈസക്ക് വൈദ്യുതി ഒരു യൂണിറ്റിന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അത് 12 രൂപയായി വർദ്ധിപ്പിച്ച് ഇവിടുത്തെ പാവങ്ങളുടെ തലയിലേക്ക്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തലയിലേക്ക് വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിച്ചവരാണ് ഇവിടുത്തെ നമ്മുടെ സഖാക്കന്മാർ എന്ന് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. എഗ്രിമെന്റ് ഇവിടുത്തെ നടത്തിക്കൊണ്ട് പോകാം. അവരുടെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എപ്പോഴതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇവിടെ ബന്ധപ്പെട്ട ചാർജ് നമ്മുടെ കൃഷിഭൂമിയുടെ ഇവിടുത്തെ ഭൂമിയുടെ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്ന നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് അവര് ഇന്ന് നമ്മളെല്ലാം പറ്റിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിൽ അതിന്റെ പേരില് ലക്ഷക്കണക്കിന് രൂപ നമ്മളിൽ നിന്ന്, ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനെ നമുക്ക് എതിർത്തേ മതിയാവും. 1ാം ഘട്ട സമരം എന്ന നിലയിൽ KPCC തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ അക്ഷരാർത്ഥത്തിന് ഇവിടെ നടപ്പാക്കിയിരിക്കുകയാണ്. അത് നടപ്പാക്കിയിരിക്കുന്ന ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. വരുന്ന നാളുകളിൽ ഇതിനേക്കാൾ വലിയ സമരങ്ങൾ ഉണ്ടാകും. ആ സമരത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് നാഷണൽ കോൺഗ്രസ്. ഹർത്താൽ സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KD ഗിരീശനെ ക്ഷണിച്ചു. ഈ പ്രതിഷേധ ധർണ ഇവിടെ നടത്താനുള്ള സാഹചര്യത്തെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി. അത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങള് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ഇത് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. ഒരു മിതമായ വരുമാനമുള്ള ഒരു കുടുംബത്തിന് ഒരു 10,000, 20,000, 25,000 രൂപ മാസം, 20,000 രൂപ വരുമാനമുള്ള കുടുംബം നികുതിയായിട്ട് തന്നെ ഒരു വർഷം എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സർക്കാർ, ഇടതുപക്ഷ ഗവൺമെന്റ് പാവങ്ങളുടെ സർക്കാരാണെന്ന് പറയുകയും പാവങ്ങളെ മാത്രം ചൂഷണം ചെയ്യുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ നികുതികൾ മാത്രമാണ് ഇവരുടെ വരുമാന മാർഗം. നികുതികളെ കൂട്ടിക്കൊണ്ട് മാത്രം വരുമാനം നടത്തി ഭരണം നടത്താൻ സാധിക്കുമെന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു സർക്കാരാണ്. ആ നികുതി ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങള്
നികുതി ഭാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു 5 പ്രാവശ്യമാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത്. അത് നന്നായി പറഞ്ഞു കൊടുക്കണം. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇടതുപക്ഷം വന്നതിന് ശേഷം നിങ്ങളുടെ കുട്ടികൾക്ക് കലാലയങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകാനുള്ള അവസരമുണ്ടോ? നമുക്ക് വിശ്വസിച്ച് കലാലയത്തിലേക്ക് വിടാൻ പറ്റുമോ? ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് കേരളത്തിലെ നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂര് അവിടെ നിന്നുള്ള SMB ഉള്ള സ്ഥാപനത്തിൽ ഇത്രമാത്രം റാഗിംഗ് പോലുള്ള പ്രശ്നങ്ങളുണ്ടായി, കേസുകളുണ്ടായിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ നിയോജക മണ്ഡലമാണ്. ആ മന്ത്രി ഒരു വാക്ക് പോലും പറയുന്നില്ല. അവരുടെ പേരിലുള്ള കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിനെതിരെ സമരം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഈ കലാലയങ്ങളിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ ഇടതുപക്ഷ സർക്കാർ ഒരു കുട്ടിയെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുടുംബത്ത് കയറി വോട്ട് ചോദിക്കുവാൻ ഇടതുപക്ഷക്കാർ അതിനൊക്കെ അവകാശമില്ല. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ബുദ്ധിമുട്ടിച്ച ഈ ഗവൺമെന്റിനെ നമുക്ക് മാറ്റി നിർത്തേണ്ടത് ആവശ്യമുണ്ട്. ഈ മേഖലകളെ ഒന്നൊന്നായി എണ്ണി നോക്കിയാൽ എല്ലാ മേഖലകളും ബുദ്ധിമുട്ടാണ്. ഇത് മുമ്പേ പ്രസംഗിച്ചവർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ റോഡുകളും എല്ലാം മോശമായി കിടക്കുന്നു. എന്താണ് സമയബന്ധിതമായിട്ട് റോഡുകളുടെ വ്യവസ്ഥകളും എഗ്രിമെന്റുകളും സമയമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജലനിധിയുടെ പൈപ്പ് ലൈനുകളെല്ലാം വെറുക്കുകയാണ്. റോഡിന്റെ പണി തീർന്നാലേ പൈപ്പ് ലൈൻ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ന്യായീകരണം പറയുന്നത്. ഒരു കാലത്തും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളില്ല. പൈപ്പ് ലൈൻ ഇടണമെങ്കിൽ റോഡിന്റെ പണി തീരണമെന്ന് ഒരു കാലത്തും ഒരു ന്യായമില്ല. അതൊക്കെ ആധുനിക രീതിയിലുള്ള പൈപ്പ് ലൈനിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ലൈൻ പോകുമ്പോൾ വെറും 6 ഇഞ്ച് വീതിയുള്ള ഒരു പൈപ്പ് ലൈനിന്റെ ട്രഞ്ച് വെട്ടുന്നതിന് 10 അടി 12 അടി വീതിയുള്ള വഴി അവിടെ മുളകിക്കിടക്കുകയാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ നയം. അങ്ങനെ പഞ്ചായത്തുകളുടെ പേരിലും അമ്പയെ പരാജയപ്പെട്ട സാഹചര്യങ്ങള് ഇടതുപക്ഷത്തിന്റേതായ ഇന്ന് ഉദ്യോഗസ്ഥ മേഖലയിലുള്ള അനീതികള് എന്തിനേറെ പറയുന്നു. ഇടതുപക്ഷക്കാരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ സ്വാധീനമുള്ള പാർട്ടിയുടെ ഗുണ്ടകളായിട്ടുള്ളവരായിട്ട് അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് കലാലയങ്ങളിൽ പോകുവാനും ഹോസ്റ്റലിൽ പോയാലും താമസിച്ച് പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷമെല്ലാം മോശമാക്കിയ ഇടതുപക്ഷത്തിന് നമുക്ക് ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭൂതഗതിക്കെതിരെയുള്ള സമരത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. യോഗത്തിന്റെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിലും ഇന്ന് രാവിലെ 10:30 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണാ സമരവുമായി പാർട്ടി മണ്ഡലം കമ്മിറ്റികൾ കടന്നു വന്നിരിക്കുക. ഈ ധർണാ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളിലെ പോരായ്മകളെ കുറിച്ചും സർക്കാരിന്റെ ദൂരത്തിനെ കുറിച്ചുമൊക്കെ ഇവിടെ ബഹുമാന്യരായ നേതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. വില്ലേജ് ഓഫീസിന്റെ പടിക്കലേക്ക് ഈ ധർണാ സമരവുമായി കടന്നു വരുവാനുണ്ടായ സാഹചര്യം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഇന്ന് അവരുടെ ഭൂനികുതി വർദ്ധിപ്പിച്ചപ്പോൾ അതിലൂടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അത് നേരിടുന്നതിനെ കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ ബഹുമാന്യനായ ഒരു വില്ലേജ് ഓഫീസർ ഈ ഓഫീസിലുണ്ട്. എന്നാൽ ഈ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള പാമ്പാടി വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഒരു വില്ലേജ് ഓഫീസർ ഇല്ല. ആ വില്ലേജ് ഓഫീസറെ കുറിച്ച് പറഞ്ഞാൽ നല്ല മാന്യനായ ഒരു വില്ലേജ് ഓഫീസർ പാമ്പാടി വില്ലേജ് ഓഫീസിലുണ്ടായിരുന്നു. പാമ്പാടി എന്ന് പറയുന്ന സ്ഥലം കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ 2ാമനായ ഒരു മന്ത്രിയുടെ ജന്മസ്ഥലമാണ്. ആ ജന്മസ്ഥലത്തിരുന്ന വില്ലേജ് ഓഫീസറെ ദൈനംദിനം അവിടുത്തെ പാർട്ടി സഹാക്കളെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മണ്ണെടുക്കുന്നതിനെ സഹായിക്കണം, കല്ല് പൊട്ടിക്കുന്നതിനെ സഹായിക്കണം, കിണറ്റിൽ പാറ പൊട്ടിച്ചാൽ അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കണം, അതിന് പാർട്ടി ഫണ്ട് സഹായിക്കാൻ
തയ്യാറാകാത്തവരാണ് അവർക്കെതിരെ നിയമ നടപടി നടപ്പിലാക്കുകയും പാർട്ടിക്ക് യഥേഷ്ടം ഫണ്ട് തരുന്നവരാണെങ്കിൽ യഥേഷ്ടം മണ്ണെടുക്കുന്നതിനും മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും വില്ലേജ് ഓഫീസറെ നിരന്തരം ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 3 മാസം മുമ്പ് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി എങ്ങോട്ടാ പോയെന്നറിയാമോ? ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്ന വയനാട് ജില്ലയിലെ പനപുരം വില്ലേജ് ഓഫീസിലേക്കാണ്. ആന കുത്തിച്ചത്താലും അതിനൊരു അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലും ബുദ്ധിമുട്ടാണ് ഇവിടെ പാർട്ടി സഖാക്കളുടെ വില്ലേജ് ഓഫീസിൽ ഭരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പാമ്പാടി വില്ലേജ് ഓഫീസർ ഇന്ന് പാമ്പാടിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയത്. ഇവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്കും അറിയാം ദൈനംദിനം 100 പ്രശ്നങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടി സഖാക്കളുടെ നിരന്തരമായ ഭീഷണി. അതിന് മുതിരാത്ത ഉദ്യോഗസ്ഥർക്കും വില്ലേജ് ഓഫീസർക്കും സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത്തരമൊരു സന്ദർഭം ഇവിടെ മാത്രമല്ല, നമുക്കറിയാം 3-4 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണ്ണൂരിലെ ADM നവീൻ ബാബുവിന് സംഭവിച്ചതെന്താണ്? അദ്ദേഹത്തിന് കൊലയ്ക്ക് കൊടുക്കേണ്ട സാഹചര്യം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അമിതമായ ഇടപെടലിലൂടെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കോന്നി താലൂക്ക് ഓഫീസിലെ തഹസീൽദാറായിരുന്ന ആ മാന്യശ്രീ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സഹയാത്രികയായിരുന്നു. NGO യൂണിയന്റെ അംഗമായിരുന്ന ആ ബാല്യ വ്യക്തിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കിരാതമായ ഭരണവും കിരാതമായ ഇടപെടലുകളും മൂലം ആ സംഘടനയിൽ നിന്ന് രാജിവെച്ച് ജോയിന്റ് കൌൺസിലിൽ ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ 10-15 ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ജോയിന്റ് കൌൺസിലിന്റെയും ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനകൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണവും പാർട്ടി സഖാക്കളുടെ ഇടപെടലുമാണ്. അത്തരം ഹീനമായ പ്രവർത്തനങ്ങളെ ഈ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും നടക്കുമ്പോൾ അതിനെതിരെയൊക്കെ പ്രതികരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരേണ്ട സാഹചര്യം നിലനിൽക്കുക. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഭൂനിധി വർധനവിലൂടെയും ബഡ്ജറ്റിലൂടെയും കേരളത്തിലെ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഈ സർക്കാരിനെതിരെയുള്ള ഒരു സൂചനാ സമരമായി ഇത് മാറുക. ഈ സമരത്തിലൂടെ മാറ്റങ്ങൾക്ക് തയ്യാറാകാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇനി ഞങ്ങൾ താലൂക്കിലേക്കും കളക്ടറേറ്റിലേക്കും ഒക്കെ ഈ സമരങ്ങളെ മാറ്റിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതുപ്പള്ളി വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തുന്ന ഈ ധർണാ സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായിരുന്ന ഇപ്പം കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ ശ്രീ ജേസൺ പെരുവേലി ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനിയായ ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സാം കേവർക്കി, ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ KV ഗിരീശൻ, PCC ജനറൽ സെക്രട്ടറി ശ്രീ സാം കേവർക്കി, INTUC സാവിച്ചായൻ, INTUCയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സുധിച്ചേട്ടൻ, ബ്ലോക്ക് ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാര് അടക്കമുള്ള ഭാരവാഹികൾ, നമ്മളിങ്ങനെ ഒരു ധർണാ സമരവുമായി ഈ വില്ലേജ് ഓഫീസിന്റെ വാതിലിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ നാട്ടുകാർക്കും അറിയാം. നികുതി, വെള്ള നികുതി, കറണ്ട് ചാർജ് വർധനവ്, സകല നികുതികളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂനികുതിയാണ് 50% മുകളിലേക്ക് വർധനവിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഈ നാട് കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായി യുവജന സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകൾ തെരുവീതികളിലാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നേഴ്സിംഗ് കോളേജിലുണ്ടായ ഭീകരമായ റാഗിംഗ് എന്നല്ല, നരകത്തേക്ക് തുല്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മൾ ഈ അക്ഷര നഗരിക്ക് തന്നെ അപമാനമായ രീതിയിലുള്ള കാഴ്ചകൾ കാണുവാൻ ഇടയുണ്ടായി. റാഗിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് പാടിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതൊരു രസകരമായ സംഗതിയായിരുന്നു. അതൊന്നും അതിനെല്ലാം തകരം മറിച്ചുകൊണ്ട്
വളരെ നികൃഷ്ടമായ രീതിയിലേക്ക് SFI പോലെയുള്ള സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കഞ്ചാവ് വിൽക്കുന്നത് SFI, കഞ്ചാവുകാരെ വളർത്തുന്നത് SFI, കഞ്ചാവിന്റെ ഹോൾസെയിൽ നടത്തുന്നത് SFI, റാഗിങ്ങിന്റെ നേതൃത്വം കൊടുക്കുന്നത് SFI എന്നിങ്ങനെ രീതിയിലേക്ക് SFI സംഘടന മാറിയിരിക്കുകയാണ്. ഇതിനെതിരെയും ശക്തമായ സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും. ഈ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയ്ക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് എനിക്ക് മുമ്പ് സംസാരിക്കാൻ എല്ലാവരും തന്നെ പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിണറായി വിജയന്റെ അവസാനത്തെ ബഡ്ജറ്റിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? നിങ്ങളതൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് വിലയില്ലാത്തത്? വിലക്കയറ്റം മൂലവും അതുപോലെ തന്നെ കറണ്ട് ചാർജ് വർധന, ഭൂനികുതി വർധന, സകലതും വർദ്ധിപ്പിച്ചിരിക്കുക. എന്നിട്ട് പൈസയുണ്ടോ? അതുമില്ല. 10 വർഷക്കാലമായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ എന്താണ് അടിസ്ഥാന വർഗങ്ങളുടെ? ഇന്ന് നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ 10 ദിവസമായി ആശാപ്രവർത്തകർ ധർണാ സമരവുമായിട്ട് നിൽക്കുകയാണ്. ആ പാവങ്ങൾക്ക് 2 മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട്. നമുക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് സാധാരണ ജനങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും അറിയാതെ പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിലേന്തിയ പിണറായി സർക്കാരിന്റെ ക്രൂരകൃത്യങ്ങൾ നമ്മൾ അനുദിനം പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ അതിക്രൂരമായ പീഡനം. ഇതൊക്കെ നടക്കുന്നത് എന്ത് തോന്നിവാസം കടിച്ചാലും അടക്കി പിടിക്കുവാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇവരുടെ കിരാതമായ ഭരണത്തിനെതിരായിട്ടുള്ള സൂചനാ സമരം മാത്രമാണ് ഇന്ന് ഈ വില്ലേജ് ഓഫീസിന്റെ വഴിക്കൽ നടന്നിട്ടുള്ളത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ഈ സമരം ഇന്നുകൊണ്ട് മാത്രമല്ല, ഇത് കോട്ടയത്തേക്കും അതുപോലെ തന്നെ തഹസീൽദാർ ഓഫീസിലേക്കും ഒക്കെ ഈ മാർച്ചും ധർണയുമായി ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ അണിനിരക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധമായ ഭാവുകങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി യുവ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ജനശ്രീയുടെ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ പ്രധാനമോഹനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ധർണാ സമരം എന്നാൽ വസ്തുനികുതി കൂട്ടുന്നതിന് അനുസരിച്ചാണ്. എന്നാൽ ഇന്നത്തെ സാധാരണ ജനങ്ങളുടെ എല്ലാ മേഖലകളിലുമുള്ള ജീവിത രീതി വളരെ കടുപ്പിച്ചും നമ്മളെ കുഴപ്പുന്ന രീതിയിലുള്ള ഭരണം നടക്കുമ്പോൾ നമ്മൾ ഇതിനെതിരെ മാത്രമല്ല, ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിച്ചിരിക്കുന്നു, വെള്ളക്കരം വർദ്ധിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇവിടെ നമ്മൾ ഈ സമരം ചെറിയ രീതിയിൽ നടത്തിയാലും ഇനി മുന്നോട്ടുള്ള സമരങ്ങൾ നമ്മൾ ശക്തമായി നടത്തണമെന്നും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ പരിപാടികൾക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമസ്ത മേഖലകളിലും ജനങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രം വാരി വിതറിക്കൊണ്ടുള്ള ഭരണം പിണറായി വിജയന്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, കേരളത്തിൽ ഇനി നികുതി ഇനത്തിൽ വർദ്ധിപ്പിക്കുവാനായി യാതൊന്നുമില്ല. ഏതിനമാണ് ഇനി വർദ്ധിപ്പിക്കാനുള്ളത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. വസ്തുനികുതി ആയാലും വ്യാപാരികൾക്കുള്ള തൊഴിൽ നികുതി ആയാലും ഇരട്ടിയിലധികമാണ് ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നത്. ചെറിയ വർധനയല്ല. എല്ലാ മേഖലകളിലും വർദ്ധിപ്പിക്കാവുന്ന നികുതികളെല്ലാം വർദ്ധിപ്പിക്കുകയും എന്നാൽ സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നോക്കം പോവുകയും ചെയ്തിരിക്കുകയാണ്. സൗജന്യ വൈദ്യ സഹായങ്ങൾ ലഭിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ പോലും ഇപ്പോൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ചികിത്സ നടക്കുന്നുള്ളൂ. മരുന്ന് സപ്ലൈ ചെയ്യുന്ന KMCL പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അതുപോലെ അതിന്റെ കമ്പനികൾക്ക് കോടാനുകോടി രൂപ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ആ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചിരിക്കുക. ഒരാൾക്ക് പോലും സൗജന്യമായി ഒരു കാര്യവും ലഭിക്കുന്നില്ല.
എന്നാൽ അവർ ദിനംപ്രതി ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ആയാലും മറ്റ് ഏത് മേഖലയിലാണെങ്കിലും അവരെ പിഴിയാവുന്ന രീതിയിൽ ഗവൺമെന്റ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിലെ ആശാ വർക്കർമാർ, കേരളത്തിലെമ്പാടുമുള്ള ആശാ വർക്കർമാര് സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണാ സമരം നടക്കുകയാണ്. 8 ദിവസമായിരിക്കും. പോലീസുകാർക്ക് സമരം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ചെയ്യാതെ, അല്ലെ അവർ ചെയ്തു പോയി. കാരണം അവരിലൊരാളെ ഈയിടെ ചവിട്ടിക്കൊല്ലുകയുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അവരെ DA കുടിശ്ശിക വർഷങ്ങളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല. കിട്ടുമെന്നാ പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു, വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിൽ കിടന്ന് 300 കോടി രൂപ ഭണ്ഡാരാണെങ്കിൽ അതുകൂടെ പിടിച്ചു മേടിച്ചു. കാരണം ഒരു കാര്യം, അവർക്ക് വാട്ടർ അതോറിറ്റിയുടെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർക്ക് അവരുടെ പണി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട പൈസ, ആ വെച്ചിരിക്കുന്ന പൈസ പോലും ഖജനാവിലോട്ട് ട്രഷറിയിലോട്ട് മാറ്റിയേക്കാൻ പറഞ്ഞിരിക്കുക. പഞ്ചായത്ത് ഫണ്ടുകളെല്ലാം തന്നെ അത് ട്രഷറിയിലോട്ട് പിടിച്ചു മേടിച്ചു. സമസ്ത മേഖലകളിലും ഒരു പരാജയം മാത്രം നൽകിക്കൊണ്ടുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ അടിസ്ഥാന കാര്യങ്ങൾ നമുക്കറിയാം. ജലജീവൻ പദ്ധതിയുമായി നടക്കുന്ന റോഡ് മുഴുവൻ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുക. 4500 കോടി രൂപയാണ് അതിന്റെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. എവിടെ നിന്നെടുത്തിട്ട് കൊടുക്കും? അവരിനി ഒരു പണി വർക്ക് എടുക്കുവോ ചെയ്യുവോ ഒന്നും അറിയില്ല. എല്ലാ റോഡുകളും ആ രീതി പൊട്ടിച്ചിരിക്കുക. നമുക്കറിയാം, സാധാരണക്കാർ ആശ്രയിക്കുന്ന എല്ലാ മേഖലയിലുള്ള കാര്യങ്ങൾ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പെൻഷനാണെങ്കിൽ നമുക്കറിയാം, പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പെട്രോളിൽ സെസ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നത്. 3 മാസമായി പെട്രോൾ പെൻഷൻ കുടിശ്ശിക, 3 മാസമായിട്ട് പെൻഷൻ കുടിശ്ശിക. ഇനിയിപ്പോ നമ്മൾ നോക്കിയോ, അവസാന കാലഘട്ടമാകുമ്പോൾ ഇവര് പെൻഷന്റെ എമൗണ്ട് കൂട്ടും. പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് പോകും. കാരണം അവരിഞ്ഞ് മേലെ ഈ മേഖലയിലോട്ട് വരുന്നില്ലല്ലോ, ഗവൺമെന്റായിട്ട് വരുന്നില്ലല്ലോ. അവർ കാണിക്കാവുന്ന വൃത്തികളെല്ലാം കാണിച്ചിറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാണം കെട്ട രീതിയിലുള്ള ഒരു ഭരണം കേരള ജനത ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ നടത്തുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകിയ ഈ ധർണാ സമരത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നമസ്കാരം. സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് അരിയാർ. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംകെ അവർക്ക് അനേകം ആളുകൾ ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം പ്രസംഗിക്കുന്നതിന് സാഹചര്യമില്ല. എങ്കിലും ഈ സർക്കാരിന്റെ ജനദ്രോഹ നടപടി ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാക്കി. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ KPCC പറഞ്ഞിരിക്കുന്ന കരം വർദ്ധിപ്പിക്കുക. ഭൂമിയുടെ കരം വർദ്ധിപ്പിച്ച് പഞ്ചായത്ത് കെട്ടിടങ്ങൾക്ക് നികുതി ചുമത്തി. അതിൽ ഏത് മേഖലയിലാണ് ഇവർ തകർന്നിരിക്കുന്നത്? ഒരു മേഖലയും നന്നായി പോകുന്നില്ല. ഇവിടെ സമരം ചെയ്തുകൊണ്ടും ആരും പിണറായി ഒന്നും പഠിക്കുന്നില്ല. അവർക്ക് എല്ലാ മേഖലയും തകർന്നിരിക്കുക. അവർക്കെന്തായിട്ട് നല്ല മേഖലകളൊന്നുമില്ല. വിദ്യാഭ്യാസം, കൃഷി, ക്രമസമാധാനം, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അനേകം ആളുകൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ്. ഇതിന്റെ എല്ലാ അടിസ്ഥാന കാരണം നമ്മുടെ ദയയും കരുണയുമുള്ള ഒരു മുഖ്യമന്ത്രിയല്ല ഭരിക്കുന്നത്. നമ്മൾ ഓർക്കണം, ശ്രീ ഉമ്മൻചാണ്ടി എത്ര വർഷം ഇവിടെ ഭരിച്ചു. ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും ദയയും കരുണയും കാണിച്ചൊരു നേതാവായിരുന്നു. പക്ഷേ പിണറായി ആണെങ്കിൽ ക്രൂരനായ ഒരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ തലപ്പത്തിരുത്തിയാൽ ജനങ്ങൾക്ക് നന്മ വരികയില്ല. അവരെ അക്രമത്തിലേക്കൂടെ പോകത്തുള്ളൂ. അയാൾ അക്രമം ചെയ്യുമ്പോൾ അണികൾ അക്രമം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, നവകേരള യാത്രയിൽ മന്ത്രി മുഖവന്മാരെല്ലാം ഇരിക്കുമ്പോൾ പോലീസുകാരെ നമ്മുടെ പ്രവർത്തകരെ തല്ലി. അയാൾ പറഞ്ഞെന്താ? ഇതൊരു സേവപ്രവർത്തനമാണ്, അതൊരു സമാധാന പ്രവർത്തനം നടത്തിയതാണ്, സംരക്ഷണമാണെന്ന് പറഞ്ഞു. അങ്ങനെ നടത്തുമ്പോൾ പോലീസുകാരുടെ ഹൃദയങ്ങളിൽ എല്ലാവരെയും അടിക്കാന്നൊരു മെസ്സേജ് വരികയാണ്. അങ്ങനെ ക്രൂരനായ മുഖ്യമന്ത്രി മാറിയെങ്കിൽ മാത്രമേ ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്നുള്ളൂ. മണ്ഡലം കമ്മിറ്റി ഇതിനുവേണ്ടി മുൻകൈയെടുത്ത എല്ലാ ഭാരവാഹികളെ അഭിനന്ദിച്ചു കൊടുക്കുന്നു. നമസ്കാരം ചെയ്യും. നമ്മുടെ ഈ ധർണാ സമരം അവസാനിക്കാണ്. ധർണാ സമരത്തെ പിന്തുണ പറയുന്നതിനാണ് ബ്ലോക്ക് സെക്രട്ടറി രാജീവ് ക്ഷണിച്ചോളുന്നു. KPCCയുടെ ആഹ്വാനപ്രകാരം ഇന്ന് പുതുപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ധർണാ സമരത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ ഭൂനികുതി 100% മുകളിൽ വർധനവ് വന്നിരിക്കുകയാണ്. അതിനെതിരെയാണ് നമ്മൾ ഇന്ന് നടത്തിയ ധർണ. ഈ ധർണയ്ക്കെത്തിയ മുഴുവൻ ആൾക്കാരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ധർണ സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? കൂട്ടി ഗോപാലന്റെ രജത്ത് കൂട്ടി പ്രതിഷേധം.
പ്രതിഷേധം കേരള പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നമ്മുടെ ധർണാ സമരം അവസാനിച്ചിരിക്കുന്നു. Wow.